നമസ്കാരം. തോറ്റു തുന്നം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു തോൽവി? എന്തായാലും മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ PCC അധ്യക്ഷന്റെ കസേര തന്നെ തെറിച്ചിരിക്കുകയാണ്. ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ കാണാൻ പോലുമില്ല. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയുടെ രാജി ഉണ്ടായിരിക്കുന്നത്. വിദർഭ മേഖലയിൽ പാർട്ടിയിലേക്ക് വോട്ടുകൾ വീഴ്ത്താൻ കെൽപ്പുള്ള ആളെന്ന് പ്രതീക്ഷിച്ച പട്ടോളെ സ്വന്തം മണ്ഡലമായ സാക്കോലിയിൽ വെറും 208 വോട്ടുകൾക്കാണ് ജയിച്ചത്. BJPയുടെ അവിനാശ് ആനന്ദറാവു ബ്രാഹ്മൺകർ ആയിരുന്നു എതിരാളി. മത്സരിച്ച 103 സീറ്റുകളിൽ ആകെ 16 ഇടത്തെ കോൺഗ്രസിന് ജയിക്കാനായുള്ളൂ. ബാലസാഹേബ് തൊറാട്ടിന് പകരക്കാരനായി 2021 മുൻ MP കൂടിയായ പട്ടോളെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ തലപ്പത്തെത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിനായി. മത്സരിച്ച 17-ൽ 13 കോൺഗ്രസ് ജയിച്ചു. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കായി പട്ടോളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാശി പിടിച്ചത് ഉദ്ധവിന്റെ ശിവസേന വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി പടർത്തിയിരുന്നു. പട്ടോള ഉണ്ടെങ്കിൽ സീറ്റ് ചർച്ചകൾക്ക് ഉദ്ധവ് വിഭാഗം എത്തില്ലെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫലം വരുന്നതിന് 2 ദിവസം മുൻപും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാഡി അധികാരത്തിൽ കയറുമെന്ന് അവകാശവാദം ഉയർത്തിയത് ഉദ്ധവ് വിഭാഗത്തിലെ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരുന്നു. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം 232 സീറ്റ് നേടുകയും മഹാവികാസ് അഘാഡി സഖ്യം 50-ൽ താഴെ എത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇതുവരെ ഇത്രയും താഴെ പോയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റുണ്ടായിരുന്നിടത്ത് ഇത്തവണ വെറും 16 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. എന്തായാലും നേതാക്കളെ അടക്കം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി. വോട്ടെണ്ണലിൽ ആദ്യം മുതലേ മുന്നിലായിരുന്നു മഹായുതി. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ സഖ്യം ഒപ്പത്തിനൊപ്പമെത്തി. എന്നാൽ പിന്നീട് BJP സഖ്യത്തിന്റെ തകർപ്പൻ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. കേവല ഭൂരിപക്ഷമായ 145 കടന്ന് 220ലേക്ക് ഒറ്റ കുതിപ്പ്. പ്രതിപക്ഷത്തിന്റെ കോട്ടകളെല്ലാം കടപുഴകി. 2014 റെക്കോർഡ് തിരുത്തി BJP ഒറ്റയ്ക്ക് 125 സീറ്റുകൾ മറികടന്നു. എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കാത്ത വിജയം. ശിവസേന ഒന്നിച്ചു നിന്നപ്പോൾ കിട്ടിയത് 56 സീറ്റുകളാണെങ്കിൽ ഇക്കുറി ഷിൻഡെ പക്ഷം മാത്രം 54 സീറ്റുകൾ നേടുകയും മുംബൈയിലെ ഉദ്ധവ് താക്കറെയുടെ മേധാവിത്വം BJP പൊളിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല.